സമയമല്ലേ, വല്ലപ്പോഴും ഒന്ന് കുടിക്കും. ഇത് വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ഉപകാരമാണ്. 10 രൂപയ്ക്ക് ലാഭം. നമ്മളെ ലാഭത്തിൻ്റെതല്ല നമ്മൾ നോക്കുന്നത്. പൈസ ഇല്ലാത്തവരാണ് ആ 10 രൂപ ചോദിച്ചത്. അത് തന്നെ എടുക്കാൻ കാണത്തില്ല വരുന്ന കുഞ്ഞുങ്ങളെ. ചിലത് 5 പേര് വന്നാൽ 3 പേര് പൈസ ആണെങ്കിൽ 2 പേർക്ക് പൈസ ആണില്ല. നമ്മളെ അവരെ ഒറ്റപ്പെടുത്തത്തില്ല, അവർക്ക് കൊടുത്തേ വിടത്തുള്ളൂ. അതാണ് നമ്മുടെ ഒരു ഇത്. അതാണ് നമ്മുടെ കൊച്ചുങ്ങളാണ് നമ്മുടെ കച്ചവടം. അവരാണ് നമ്മളെ ഇത്രയും നിലയിൽ എത്തിച്ചത് അവരെ. ഉള്ളത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ചെയ്യുന്ന ജോലിയുടെ കൂലി നമുക്ക് കിട്ടും, അല്ലാതെ ലാഭം നോക്കിയല്ല നമ്മളിതൊരിത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസത്തേക്കുള്ളൊരു മിനിമം ഇതിനകത്ത് ഇടുന്നൊരു പാലുണ്ട്. അപ്പോൾ ആ ഒരു കണക്കിനുള്ളത് നമ്മൾ തീർക്കും. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള സാധനമേ വരുത്തുള്ളൂ. അത് ഉച്ച കഴിയുമ്പം പാല് മിൽമയിൽ നിന്ന് വരും. മിൽമയുടെ പാലേ എടുക്കത്തുള്ളൂ. അത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇല്ല പറയണമെങ്കിൽ ഫ്രഷ് പാല് കിട്ടുന്നത് അത് അന്ന് അടുത്ത ദിവസം തീരുന്നു. പഴം നാളത്തേക്കുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ആകുമ്പോൾ മറ്റന്നാളത്തേക്കുള്ളത് സ്റ്റോക്ക് ചെയ്യും. കാരണം ഇത് പഴം പഴുത്തിരിക്കണം. പഴം പഴുപ്പില്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല. അതിനകത്തൊരു കഥയുണ്ട്. കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 രൂപ തൊട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ 20 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് 30 ഗ്ലാസ് എടുക്കും. അപ്പം കൊച്ചൊരു പയ്യനിങ്ങനെ വന്ന് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവന് ഈ ആളൊഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേ ഷാർജ ഉണ്ടോ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിത് കുടിച്ചിട്ടില്ല, എൻ്റെ 10 രൂപയുള്ളത് പറഞ്ഞ്. അങ്ങനെ ഇച്ചിരി നേരം ഞാൻ ഒന്ന് ആലോചിച്ചിട്ട്, അപ്പം നമ്മുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുനാൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഓർത്തു. ഇവന് 10 രൂപയുടെ ഷാർജ കൊടുത്തു. പിറ്റേന്ന് വൈകുന്നേരം അപ്പോൾ സ്കൂളിൽ നിന്ന് പിള്ളേർ 10 രൂപയായിട്ട് വന്ന് നിൽക്കുക ഷാർജയ്ക്ക്. അതാണ് ഈ 10 രൂപ കച്ചവടം അന്ന് തൊട്ടാണ്. അല്ല അതെ, രണ്ടാമത്തെ സെക്കൻഡ് ട്രൈ 10 രൂപയ്ക്ക് ലാഭം. ഇടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ ഇവിടെ വന്ന് കയറി കുടിക്കാറുണ്ട്. ടേസ്റ്റിയാണ്. പിന്നെ കുറഞ്ഞ ബഡ്ജറ്റ് പോലും തുടങ്ങും. സാധാരണക്കാർക്ക് 10 രൂപയ്ക്കൊന്നും ഇത് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ തുടങ്ങുന്നുണ്ട്. കൊള്ളാം, നല്ല കാര്യമാണ്. ഇതിലേക്ക് അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ അത്യാവശ്യം ഈ ചൂട് സമയത്ത് എല്ലാവരുടെയും വിശപ്പടങ്ങിയും ദാഹം ജമിക്കുകയൊക്കെ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ഉപകാരമാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കാണ് സാമ്പത്തികം കൈ കാണത്തില്ല. അവർക്ക് ഓടി വന്ന് 10 രൂപ കൊടുത്തൊരു ജ്യൂസ് മേടിച്ച് കുടിക്കുക നല്ല കാര്യമാണ്. വേറെ എവിടെയില്ല. എല്ലായിടം 40-50 തന്നെ. പഴം, പാല്, അണ്ടിപ്പരിപ്പ്, ബൂസ്റ്റ് 10 രൂപയ്ക്ക് ഷാർജ. നല്ല ടേസ്റ്റ് ഉണ്ട്.